കോഴിക്കോട്ടേക്ക് വന്നാൽ ആയഞ്ചേരി പഞ്ചായത്തിലെ 13ാമത്തെ വാർഡിൽ ശാപമോക്ഷമില്ലാതെ ഒരു കുടിവെള്ള പദ്ധതി ഇങ്ങനെ കിടക്കുകയാണ്. 25 വർഷം മുമ്പ് പദ്ധതിക്ക് തുടക്കമിട്ടു. പക്ഷേ പദ്ധതി ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടില്ല. 65 കുടുംബങ്ങളെ ലക്ഷ്യമിട്ട പദ്ധതിക്ക് കൊണ്ടുവന്ന പൈപ്പ് പോലും സ്ഥാപിക്കാനായില്ലെങ്കിലും ഇത്തവണയും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കിണറിന്റെ ചുറ്റുമതിൽ നല്ല തുക ചെലവഴിച്ച് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ദീപക് മലയമ്മയുടെ റിപ്പോർട്ട് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് കാലം മാത്രമേ ബാക്കിയുള്ളൂ കേരളത്തിൽ. ആ ഘട്ടത്തിലാണ് ആയഞ്ചേരി പഞ്ചായത്തിലെ 13ാം വാർഡിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ നാട്ടുകാർ ചില പരാതി അറിയിച്ചതിനെ തുടർന്നാണ് ഒരു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ശരിക്കും എന്താ ഇവിടുത്തെ പ്രശ്നം? 99-2000 വർഷങ്ങളിൽ തുടങ്ങിയ ഒരു പദ്ധതിയായത്. ഈ പദ്ധതി ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാൻ വേണ്ടി അത്രയും സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് കൃഷി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. കാരണം കുടിവെള്ളത്തിൻ്റെതാണ്, കൃഷി വകുപ്പ് അങ്ങനെ ചെയ്യണം. അങ്ങനെ പദ്ധതി ഇവിടെ തുടങ്ങിയത്. ഈ തുടങ്ങിയിട്ട് അത് ഇവർ തമ്മിലുണ്ടായിട്ട് എല്ലാം കൂടി ഇവിടെ അവസാനം ഈ റോഡ് വികസനം പോലും തടയുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ തന്നെ പാറേൻ്റെ മുകളിൽ കിണർ കൊണ്ടുവന്ന് അപ്പോൾ കോൺട്രാക്ട് വിട്ട് വെച്ച് പോയി. അന്നേരം അവസാനം ഇങ്ങനെ ഇതായി വർഷങ്ങളായി 11 ലക്ഷം ഉറുപ്യ ഇവർ വാങ്ങിയിട്ടുണ്ട്. ഈ കൺവീനർ വാങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ പൈപ്പും അതുപോലെ തന്നെ മറ്റനുബന്ധ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ജനങ്ങൾ എടുത്തു പോയതാണ്. ഇപ്പോൾ 26ാമത്തെ വർഷം കുടിവെള്ളമില്ല. നിങ്ങൾ ഈ കുടിവെള്ളം കിട്ടേണ്ടതാണ്. കുടിവെള്ളം കിട്ടേണ്ട ആളാണ്. പക്ഷേങ്കിൽ ഒരു 2 വർഷത്തോളം ഞങ്ങൾക്ക് 10 വീട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്. 10 വീട്ടുകാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ ആരിഫ് മാഷ് പറഞ്ഞ് ഒരു 10 വീട്ടുകാർക്ക് ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. 10 വീട്ടുകാർ മാത്രമല്ലല്ലോ, 65 വീട്ടുകാർക്കുള്ള ഇത് ഉണ്ടായിട്ട് ഇപ്പോൾ 25 വർഷമായിട്ട് അത് 2 വർഷം മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. 2 വർഷം കഴിഞ്ഞാൽ ജനറേറ്റർ ഇതിലുള്ള ജനറേറ്റർ ബന്ധായിപ്പോയി. നന്നാക്കുകയും പഞ്ചായത്തിൽ പല പ്രാവശ്യം പോയി. പഞ്ചായത്ത് പറഞ്ഞ് പിന്നെ അതിനുള്ള ഫണ്ട് ഇയാൾ തരുമില്ല, അത് നിങ്ങൾ തന്നെ ചിലവാക്കണം തന്നെ. ഈ കറണ്ടിൻ്റെ ബില്ല് എന്ന് വെച്ചാൽ വലിയ എമൗണ്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ 10 വീട്ടുകാർക്ക് ഇത് അടക്കുവാനാവില്ല. അപ്പോൾ സെക്രട്ടറി പല പ്രാവശ്യവും വിളിച്ചിട്ട് പറയൂ, പിന്നെ എൻ്റെ പേരിലാണ് മീറ്ററുള്ളത്, അത് കഴിച്ചു കൊണ്ടുപോകും, ഇത് പൈസ അടച്ചിട്ടില്ലെങ്കിൽ. അപ്പം പൈസ അടച്ചിട്ടില്ല, ഞാനാണ് പൈസ അടക്കല്. ഞാൻ പറഞ്ഞ് നിങ്ങൾ കഴിച്ചു കൊണ്ടുപോയി, ആർക്കും പൈസ തരുന്നില്ലല്ലോ, ഒറ്റക്ക് പൈസ അടക്കുവാനാവില്ലല്ലോ. അങ്ങനെ എപ്പോൾ കഴിച്ച് കൊണ്ടുപോയിക്കൊന്നും അറിയില്ല, ഇപ്പം വിളിക്കലൊന്നുമില്ല. അപ്പം ഒരാൾക്കും ഇപ്പോൾ കൂട്ടില്ല. ഇപ്പം കണ്ട് ഇത് ഇപ്പോൾ ഇത്രയും പൈസ ചിലവാക്കി ഉപയോഗിക്കാത്ത ഈന് പെയിൻ്റ് അടിച്ചിട്ട് ഇത്ര പൈസ ചിലവാക്കി. ആ പൈസ അന്ന് കറണ്ടിൻ്റെ പൈസയിലടക്കം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം നിലനിർത്താൻ കിട്ടുമായിരുന്നു. ഇതിലേറ്റവും കൗതുകകരമായ കാര്യം ഇത് പ്രവർത്തിക്കാത്ത ഒരു പദ്ധതിയാണ്. പൂർണ്ണതോതിലേക്ക് ആയിട്ട് പോലുമില്ല. പക്ഷേ കൃത്യമായ അതിൻ്റെ പെയിൻറ്റിങ് പ്രവർത്തികളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2000 ഏതാണ്ട് 99-2000 കാലഘട്ടത്തിൽ കമ്മീഷൻ ചെയ്ത ഒരു പദ്ധതി അത് ആ നിലയ്ക്ക് പൂർണ്ണതോതിൽ കമ്മീഷൻ ആയിട്ടില്ല. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള പദ്ധതി ആളുകൾക്ക് ഉപകാരപ്രദമായില്ല. അതിനപ്പുറത്ത് ഇപ്പോഴും അതിൻ്റെ മുകളിൽ തുക ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ചില വിരോധാഭാസം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ പഞ്ചായത്ത് ഉൾപ്പെടെ എന്ത് നടപടിയായിരിക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്കും അറിയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.